ഷാജാൻ എന്താ സംഭവം? ഷാജാന് ഇവിടെ തൊട്ടടുത്ത് ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയോ എടപ്പള്ളിയോ അങ്ങനെ എവിടെയോ റൂം എടുത്തിട്ടാണ് നിൽക്കുന്നത്. മനസ്സിലായി? നാളെ ഇനോഗ്രേഷന് മറ്റേ നമ്മൾ പോകുന്ന ഇനോഗ്രേഷന്റെ സ്ഥലത്തേക്ക് വരാനാണ് പ്ലാന്. അടൂര് ഇനോഗ്രേഷന്റെ വരാനാണ് പ്ലാൻ. ഞാൻ കേട്ടെന്ന് വെച്ചാൽ ഇവിടെ എടപ്പള്ളിയിൽ റൂം എടുത്ത് നിൽക്കുന്നുണ്ട്. ആടുന്ന് ഇവിടത്തേക്ക് വരാൻ 10 മിനിറ്റ് വേണ്ട. ഓക്കെ, 10 മിനിറ്റ് വേണ്ട. ഞാൻ പറയുന്നത് ആളില്ലാത്ത നേരത്ത് ഇവിടെ വന്നിട്ട് നീലക്കുയിലിനെയും കൊണ്ടുവന്നിട്ട് പാവാടൻ്റെ ഉള്ളിൽ സൂം ചെയ്യുന്ന ടീമിനെയും കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് വീഡിയോ എടുത്തിട്ട് പോയ ടീമാണ്. ഓക്കെ, ഞാൻ അവനോട് പറഞ്ഞില്ല. ഞാൻ ലാസ്റ്റ് എന്താ ഷാജാനോട് പറഞ്ഞായിരുന്നു, ലൈവിൽ സംസാരിക്കാം, ലൈവിൽ കാണാം. ഞാൻ എൻ്റെ ഇവിടെ വരുന്ന ഒരു ഇഷ്യൂവും ഞാൻ പുറത്ത് വെറുതെ നീലക്കുയിലിന് ആടി ഇടുമ്പോൾ ഒരു കണ്ടന്റ് കൊടുക്കേണ്ട കാര്യം എനിക്കില്ല. ഇവിടെ ലൈവിൽ തീർക്കണം. എനിക്ക് കണ്ടന്റ് വേണം. മനസ്സിലാവും? ഇവനെ ഞാൻ തല്ലുന്നുണ്ടെങ്കിൽ അത് ലൈവിലായിരിക്കണം. മനസ്സിലാവും? ഞാൻ തല്ലൂല, അത് വേറെ കാര്യം. ഞാൻ ചെയ്യിപ്പിച്ചോളാം, അത് വേറെ കാര്യം. പിന്നെ വേറെ ഗസ്റ്റ് ഉണ്ട് നമ്മളെ ഷാജാൻ ഇന്ന് രാവിലെ മൊത്തം വന്നിട്ട് പുറത്ത് നായി ഇരിക്കുന്ന പോലെ പുറത്തിങ്ങനെ കാത്തിരുന്നിട്ടുണ്ട്. മനസ്സിലാ? ഒരു 5 മിനിറ്റ് 4-5 മിനിറ്റ് കറക്റ്റ് ക്യാമറയിൽ നോക്കുമ്പോൾ ഒരു 6 മിനിറ്റാണ് ഇവനോട് ഉണ്ടായത്. മൊത്തം വണ്ടിയിൽ നിന്ന് ഇറങ്ങി തിരിച്ചു കയറുന്നതാണെങ്കിൽ ഒരു 3 മിനിറ്റ് ഉണ്ടാവും. ഓക്കെ, മൊത്തം വണ്ടി വരുന്നതും പോകുന്നതനുസരിച്ച് അടക്കം 6 മിനിറ്റാണ് ഇവിടെ ഉണ്ടായത്. ഞാൻ പറഞ്ഞ ഞാൻ ഫ്ലാറ്റിൽ കടന്ന് ഉറങ്ങുന്നത്, റാംബോ മുനുവും ജിമ്മില്, ഷമീർ കടന്ന് ഉറങ്ങുന്നത്. പിന്നെ ബാക്കി എണീച്ചിട്ടുണ്ടായത് ആരാ? ജാസിയും അഖിലും ആദിലും വന്ന് ഇവിടെ ചെറിയ 18 വയസ്സാത്ത പിള്ളേരുണ്ട്. ഇവിടെ വന്നിട്ട് ഓൻ വീഡിയോ എടുത്തിട്ട് പോയിന്. ആളില്ലാത്ത നേരത്ത്, നമ്മള് ഇവിടെ ഉടമസ്ഥന്മാരില്ലാത്ത നേരത്ത് ഇവിടെ മറ്റേ ഉണ്ടാക്കാൻ വന്നത്. അല്ല, ഇപ്പൊ കാണുന്നുണ്ട്. ഇപ്പൊ ലൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര സമയം? 5 മിനിറ്റ് ആയി. ലൈവ് നീ കണ്ടോണ്ടിരിക്കല്ലേ? അല്ല, വേറൊരു കാര്യമുണ്ട്. ഇവിടെ വേറൊരു സംഭവമുണ്ട്. ഇന്ന് ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ കാര്യം, അത്രയും സംഭവ ബഹുലമായ കാര്യങ്ങളാണ്. പോലീസ് അടക്കം. ഞാൻ ഒന്നാമത്തെ കാര്യം പറയട്ടെ, ഈ സംഭവം നടന്നതിന് ശേഷം, ഈ വീഡിയോ ഇട്ടതിന് ശേഷം കൊച്ചി നിനക്ക് വരാത്ത കോളുകളില്ല. മനസ്സിലായി? കൊച്ചിയിലെ ഈ വീട്ടിലേക്ക് ഇന്ന് കാല് കുത്താത്ത ആൾക്കാരില്ല. കൊച്ചിയിലെ മെയിൻ ആയിട്ടുള്ള എല്ലാവരും ഏതെല്ലാം വണ്ടികൾ ഇവിടെ വന്നതെന്ന് ചോദിച്ചാൽ മനസ്സിലാവും. പിന്നെ പോലീസ് വന്നു. പിന്നെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ അത്രയും ആൾക്കാർ, ഇവിടെ ഗുണ്ടകളും ഇതുമെല്ലാം ഇവിടെ വന്ന് കയറി നിറങ്ങിയിട്ട് ആൾക്കാർ ആരോ വിളിച്ചിട്ട് പോലീസിനെ അറിയിച്ചിട്ട് പോലീസ് വന്നു. ഇവിടെ എന്താ കലാപം നടക്കാൻ പോകുന്നുണ്ടെന്നുള്ള അവർക്ക് ആ ഒരു സാധനം കിട്ടിയിട്ട് ഇവർ പോലീസ് വന്ന്. ഞാൻ ഒരു സാറെ നമ്മൾ ഇതാക്കാനൊന്നും നിന്നിട്ടില്ല. ഭവനവേദനവും പിന്നെ വധഭീഷണിയായിട്ട് ടീം വരുവാണെങ്കിൽ നമ്മൾ സെൽഫ് ഡിഫൻസ് അടിക്കും. ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ.